ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റോൾസ് റോയ്സ് ഫാൻറ്റത്തിൻ്റെ റിവ്യൂ ആണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റോൾസ് റോയ്സ് ഫാൻറ്റം. ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 700 രൂപയ്ക്ക് വാങ്ങിച്ച റോൾസ് റോയ്സ് ഫാൻറ്റമാണ്. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഫുൾ ഫീച്ചേഴ്സ് കാണിച്ചു തരാം, എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് യഥാർത്ഥ റോൾസ് റോയ്സ് ഫാൻറ്റത്തിൻ്റെ ഡൈകാസ്റ്റ് മോഡലാണ്, അല്ലെങ്കിൽ സ്കെയിൽ മോഡലാണ്. അപ്പോൾ ഫ്രണ്ടെല്ലാം നമ്മുടെ ഫാൻറ്റത്തിന് അതേപോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഫാൻറ്റം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഗ്രില്ലിൽ റോൾസ് റോയ്സിൻ്റെ ലോഗോ കാണാം. അത് നല്ല ചെറുതായിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിയുടെ ലോഗോ കാണാം. ഹെഡ്ലൈറ്റ്സിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്രണ്ട് സൂപ്പറാണ്. യഥാർത്ഥ ഫാനും എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഗൈസ്, ഇനി നിങ്ങൾക്ക് ഞാൻ ബോണറ്റ് തുറന്ന് കാണിച്ചു തരാം. ഗൈസ്, ബോണറ്റ് തുറക്കാൻ കുറച്ച് പാടാണ്. നമ്മളത് അപ്പോൾ ഇതാണ് നമ്മളെ എൻജിൻ. റോൾസ് റോയ്സിൻ്റെ V12 എൻജിനാണ്. അതിൻ്റെ അകത്ത് V12 എന്നൊരു ചെറിയ ബാർജിങ് കാണാം. പിന്നെ നമുക്ക് ഈ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി സേഫായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മടക്കി വയ്ക്കാം. ഓക്കെ, മടക്കി വെച്ചിട്ട് നമുക്ക് അടയ്ക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പൊക്കി വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സൈഡ് വ്യൂ നോക്കാം. ഈ സൈഡും ഒരു റിയർ റോൾസ് റോയ്സ് എങ്ങനെയാണോ അതേ മോഡലിംഗ് തന്നെയാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് അലോയ് വീൽസ്. ഇതാണ് അലോയ് വീൽസ്. നോർമൽ നമ്മൾ റോൾസ് റോയ്സിലെല്ലാം കണ്ടുവരുന്ന അലോയ് വീൽസാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് ഫുള്ള് നമ്മുടെ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ നീണ്ടു വയ്ക്കുന്ന ഒരു യെല്ലോ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം റോൾസ് റോയ്സിലും വരുന്ന പോലെയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ലോഗോ കാണാം റോൾസ് റോയ്സിൻ്റെ. പിന്നെ ബാക്കിലും ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇനി ഞാൻ ഡോറ് തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഡോറ് സിമ്പിളായിട്ട് നമ്മുടെ ഒരു വിരൽ വെച്ച് തുറക്കാം. ഡോർ തുറക്കുമ്പോൾ ചെറിയ അലാറമൊക്കെ കേൾക്കും. ഇതിപ്പോൾ ഇതാണത് നമ്മൾ റോൾസ് റോയ്സിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഫുൾ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡൊക്കെ ഫുൾ ഡീറ്റെയിൽഡായി ചെയ്തിട്ടുണ്ട്. ഫുൾ വൈറ്റ് ഇൻറ്റീരിയറാണ്. ഇനി നമുക്ക് ബാക്ക് ഡോറും കൂടെ തുറക്കാം. ഓക്കെ, ബാക്കിൽ ഇൻറ്റീരിയർ ഫുൾ നല്ല സ്പേസാണ്. നല്ല സ്പേസുള്ള വണ്ടിയാണ് റോൾസ് റോയ്സ്. അതേപോലെ തന്നെ നമ്മളെ ടോയിലും അവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്യാൻ തോന്നി നമ്മുടെ കുടയാണ്. നമ്മുടെ യഥാർത്ഥ റോൾസ് റോയ്സിലൊക്കെ കണ്ടുവരുന്ന കുടയാണ്. അത് ചെറിയ സ്റ്റിക്ക് പോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് ഡോറിൻ്റെ ഇവിടെ കയറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഡോറൊക്കെ തുറന്ന് വയ്ക്കുമ്പോൾ നമ്മുടെ റിയൽ റോൾസ് റോയ്സിൻ്റെ അതേ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഡോറിന് ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി, അത് അടഞ്ഞോളും. ഓക്കെ, നമുക്കിനി ബാക്ക് വ്യൂ നോക്കാം. ഈ സൈഡും അതേപോലെയാണ്. എല്ലാ ഡിസൈനിങ്ങും അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ബാക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് വ്യൂ. ബാക്ക് വ്യൂവിൽ ഇവിടെ 2 എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മളെ ബ്രേക്ക് ലാമ്പ്. പിന്നെ നമ്മുടെ ഡിക്കി ഓപ്പണബിളാണ്. ബൂട്ട് സ്പേസ് അത്യാവശ്യ സ്ഥലമൊക്കെയാണ്. നമ്മുടെ റോൾസ് റോയ്സിൻ്റെ കുടയൊക്കെ കാണാൻ ഇതിൻ്റെ അകത്തും വയ്ക്കാം. ഓക്കെ, പിന്നെ ഇവിടെയും റോൾസ് റോയ്സിൻ്റെ ലോഗോ കാണാം. എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. എന്നാൽ കണ്ടോ,
പിന്നെ നമ്മൾ ഇൻറ്റീരിയർ കുറച്ചുകൂടെ കാണാൻ വേണ്ടി ഇവിടെ സൺറൂഫും കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിൽ നമ്മളിങ്ങനെ നോക്കിയാൽ നമ്മൾ വണ്ടിക്കകത്തിരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്, അങ്ങനെ ഒരു എലമെൻ്റ് കൊടുത്തേക്കുന്നത് ഗൈസ്. പിന്നെ നമ്മൾ റോൾസ് റോയ്സ് പല കളർ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് കിട്ടും. അതായത് ബ്രൗൺ ഉണ്ട്, പിന്നെ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്നുണ്ട്, വൈറ്റും ബ്ലൂവും വരുന്നുണ്ട്, പിന്നെ ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലാക്കും ഗ്രേയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണോ വാങ്ങിക്കാം. ഞാനിപ്പോൾ ബ്ലാക്കും സിൽവറും കൂടെ ഉള്ളതാണ് വാങ്ങിച്ചത്. ഇത് 700 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്കും വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ചെക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്. പിന്നെ മുമ്പ് നമ്മൾ 1/32 സ്കെയിലിൻ്റെ ലംബോർഗിനിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പോയി കാണുക ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി ഒന്നുകൂടെ പൊക്കി വയ്ക്കാം, അതാണ് കുറച്ചുകൂടെ ഭംഗി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട്, അതിൻ്റെ അകത്താണ് നമ്മളിത് സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി വയ്ക്കുന്നത്. നമുക്ക് നഖം വെച്ച് ഇങ്ങനെ നാക്കിയാൽ മതി, ഇങ്ങനെ ഇരിക്കും. പിന്നെ എൻജിനൊക്കെ ഫുൾ ഡീറ്റെയിൽഡാണ്. എൻജിനൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കിട്ടില്ല വണ്ടിയാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഒക്കെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈ വണ്ടി വെക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡാണ് ഗൈസ് ഇത്. ഇതിൻ്റെ അടിയിൽ ലോക്കുണ്ട്, 2 ലോക്കുണ്ട്. ആ ലോക്ക് ഇട്ടാണ് നമ്മളെ വണ്ടിയെ ഇതിൻ്റെ പുറത്ത് നിർത്തുന്നത്. കണ്ടോ, ഇതിപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ലോക്ക് ഊരി കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഇത് അൺലോക്ക്, ഇങ്ങോട്ട് തിരിച്ചാൽ അൺലോക്ക് ആവും, ഇങ്ങോട്ടാണ് ലോക്ക്. അവിടെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ അൺലോക്ക് ചെയ്യാം. ഫസ്റ്റ് അൺലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് സെക്കൻഡും കൂടെ അൺലോക്ക് ചെയ്യാം. ഇതിപ്പോൾ വണ്ടി നമ്മുടെ സ്റ്റാൻഡിൽ നിന്ന് വെളിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിൽ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ 2 ലോക്കുണ്ട്. അത് നമ്മുടെ റോൾസ് റോയ്സിൻ്റെ അടിയിൽ ഒരു ഹോള്, ഒരു കുഴി ഉണ്ട്, ആ ഒരു പാറ്റേണിലുള്ള അതിൽ കയറ്റിയാണ് കേസ് ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ഊരുമ്പോൾ ഇതാണ് ലുക്ക്. നിങ്ങൾക്ക് ഞാനൊന്ന് ഫുള്ള് നമ്മുടെ ഡോർസൊക്കെ തുറന്നു വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഗൈസ്, അപ്പോൾ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ എല്ലാ ഡോറും നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട്. കിടിലൻ ലുക്കാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ഡോറിൻ്റെ പ്രത്യേകത. നമ്മുടെ ബാക്ക് ഡോറ് ബാക്കിലോട്ട് ഈ ഒരു പാറ്റേണിലാണ് തുറക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗൈസ്, നിങ്ങളിനി നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ഓവറോൾ ലുക്കൊന്ന് കണ്ടിട്ട് വാ. നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നമ്മൾ റോൾസ് റോയ്സ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് വാങ്ങിക്കാനുണ്ടെന്ന് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക.
ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് അഭിനവ് സൈനിങ് ഓഫ്.